ആദ്യ ഡേറ്റിന് എന്തെങ്കിലും ഉപദേശം തേടുകയാണോ? ആദ്യ ഡേറ്റ് സമ്മർദ്ദത്തിന് കാരണമാകും, പ്രത്യേകിച്ച് നിങ്ങൾ ഓൺലൈനിൽ കണ്ടുമുട്ടിയാൽ. നിങ്ങൾ ശരിയായ സ്ഥലം തെരഞ്ഞെടുത്തോ? ഈ വസ്ത്രം ഭംഗിയായി തോന്നുന്നുണ്ടോ? ഈ ഡേറ്റിൽ ഞാൻ എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ പെരുമാറും? പക്ഷേ പേടിക്കേണ്ട, ആദ്യ ഡേറ്റിലെ വിറയൽ മനുഷ്യാനുഭവത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ മൂല്യം അവർക്ക് കാണിക്കാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് സ്വയം മാനസികമായി വിഷമിക്കാതിരിക്കേണ്ടത് പ്രധാനമാണ്. വിശ്രമിക്കൂ, സ്വയം സ്വന്തമാക്കാൻ തയ്യാറാകൂ. ആദ്യം ചെയ്യേണ്ടത് ഒരു ശ്വാസം എടുത്ത് വിശ്രമിക്കുക എന്നതാണ്. ആദ്യ ഡേറ്റിനുള്ള ഏതൊരു നുറുങ്ങുകളുടെയും ഒരു പ്രധാന മേഖല അതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഒരു ഡേറ്റ് എന്നാൽ രണ്ട് ആളുകൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കെമിസ്ട്രിയോ ബന്ധമോ ഉണ്ടോ എന്ന് അറിയാൻ കണ്ടുമുട്ടുന്നതാണ്. ഇത് ഒരു ജോലി അഭിമുഖമല്ല, തീർച്ചയായും ജീവിതമോ മരണമോ അല്ല. ഡേറ്റിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ വലിയൊരു വിഭാഗം ആളുകളെ അലട്ടുന്നു. പക്ഷേ പ്രധാന കാര്യം അതിന്മേൽ അമിത വൈകാരിക ഭാരം ചുമത്തരുത് എന്നതാണ്. ഒരു ബന്ധത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സവിശേഷമായ ഗുണങ്ങളും സ്വഭാവവിശേഷങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് ഓർമ്മിക്കുക. അതിനാൽ നിങ്ങൾ ഒരു പോരായ്മയിലാണെന്ന് ഒരിക്കലും തോന്നരുത്. മറ്റേ വ്യക്തിയെ ആകർഷിക്കണമെന്ന് തോന്നാതെ ഒരു ഡേറ്റിൽ സ്വയം ആയിരിക്കുക. ആദ്യ ഡേറ്റിനുള്ള നുറുങ്ങുകളുടെ കാര്യത്തിൽ സമയമാണ് പ്രധാനം. ഒരാളുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും അത് യാദൃശ്ചികമായി വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത ശേഷം എത്ര വേഗം ആദ്യ ഡേറ്റിന് പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഒരാളെ പുറത്തേക്ക് ക്ഷണിക്കാൻ എത്ര സമയം കാത്തിരിക്കണം? ഇവിടെ ഏറ്റവും നല്ല ഉപദേശം അതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കരുത് എന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആകർഷണമുണ്ടെന്ന് തോന്നിയാൽ അവർ കാപ്പി കുടിച്ചോ പാർക്കിൽ നടക്കാൻ പോകുന്നതോ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. പ്രധാന കാര്യം വസ്തുതയ്ക്ക് അതിന്റെ ആക്കം നഷ്ടപ്പെടാതിരിക്കാൻ അധികം സമയം കാത്തിരിക്കരുത് എന്നതാണ്. പഴഞ്ചൊല്ല് പറയുന്നതുപോലെ ഇരുമ്പ് ചൂടായിരിക്കുമ്പോൾ അടിക്കുക. ആദ്യ ഡേറ്റിന്റെ മറ്റൊരു വശം, ആദ്യ ഡേറ്റ് എത്ര നേരം നീണ്ടുനിൽക്കണം എന്നതിനെക്കുറിച്ചുള്ള നുറുങ്ങുകൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടാകാം. ആദ്യ ഡേറ്റുകൾ പരസ്പരം അറിയുന്നതിനാണ് എന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ ഡേറ്റിലെ പ്രവർത്തനങ്ങൾ അതിന് തടസ്സമാകാതിരിക്കാൻ ശ്രമിക്കുക. അത് ഒരു ചെറിയ ഡേറ്റാക്കി മാറ്റുക. വളർന്നുവരുന്ന ബന്ധത്തിൽ സംഭാഷണം നേരത്തെ അവസാനിക്കുമെന്ന് മാത്രമല്ല, കൂടുതൽ ആഗ്രഹിക്കാൻ അവരെ വിടുന്നതും എല്ലായ്പ്പോഴും നല്ലതാണ്. ആദ്യ ഡേറ്റിലെ സാധാരണ ചുവന്ന പതാകകൾ. ആദ്യ ഡേറ്റിൽ തന്നെ സാധ്യമായ ഡീൽ ബ്രേക്കറുകൾക്കായി കണ്ണുകൾ തുറന്നിടുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. വൈകാരികമായി ഇടപെട്ട് അവരെ അവഗണിക്കാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് പക്ഷേ അവരെ കണ്ടെത്തുന്നതിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഡേറ്റിൽ ശ്രദ്ധിക്കേണ്ട ചില സാധാരണ സൂചനകൾ ഇവയാകാം. ഡേറ്റിന് വൈകി എത്തുന്നത് പരിഗണനയുടെയും അടിസ്ഥാന മര്യാദയുടെയും അഭാവത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എന്തായിരിക്കുമെന്ന് സ്വയം സംസാരിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ധാരണ ലഭിക്കൂ. അവർ അനാദരവുള്ളവരാണ്. ആദ്യം കളിയായി തോന്നിയാലും ജീവിതത്തിൽ അവർ പൊതുവെ ആളുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇത് ധാരാളം കാര്യങ്ങൾ നിങ്ങളോട് പറയും. ആദ്യ ഡേറ്റിൽ അവർ അമിതമായി മദ്യപിച്ചാൽ അത് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളോട് പറയും. അവർക്ക് മിതത്വത്തിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണ സംവിധാനമായി ഉത്കണ്ഠ കൈകാര്യം ചെയ്യാൻ അവർ മദ്യം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ഡേറ്റുമായി നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കിടുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആദ്യ ഡേറ്റിനുള്ള നുറുങ്ങുകളുടെ കാര്യത്തിൽ ഇത് ഒരുപോലെയാണ്. തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പുതന്നെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ഇടപെടലിൽ നിന്ന് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? സാധാരണവും എളുപ്പവുമായ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ പാക്കേജും തേടുകയാണോ? പ്രണയവും ബന്ധവും. പരസ്പരം സമയം കളയാതിരിക്കാൻ ഈ വിവരങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ഇണയുമായി പങ്കുവെക്കുന്നതും ഒരുപോലെ പ്രധാനമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് വളരെ ശക്തമായി വരുന്നതായി കാണരുത്. നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതാണ്. അത് സ്വന്തമാക്കുക. അപ്പോൾ മറ്റേയാൾ അത് ബഹുമാനിക്കും. ആ സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടേതുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും. ഭൗതിക അതിരുകൾ പരമപ്രധാനമാണ്. ആദ്യ ഡേറ്റിനുള്ള നുറുങ്ങുകളിൽ ഇവയൊന്നും ഉൾപ്പെടുത്തരുത്. പക്ഷേ ആദ്യ ഡേറ്റിലെ മാനസിക സ്പർശനത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി സംസാരിക്കാം. ആദ്യ ഡേറ്റിലെ ശാരീരിക സ്പർശനം അടുപ്പം വളർത്തിയെടുക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമായിരിക്കാം. സംഭാഷണത്തിന്റെ സജീവമായ ഒരു ഭാഗത്ത് അവരുടെ കൈ തൊടുക, അല്ലെങ്കിൽ അവരെ മാന്യമായി എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കൈ അവരുടെ ചെറിയ മുതുകിൽ വയ്ക്കുക എന്നിങ്ങനെ. അവർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കേണ്ടതും നിർണായകമാണ്. നിങ്ങൾ ഒരു പരിധി ലംഘിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ അമിതമായി തിരുത്തൽ നൽകുക. അതിനുശേഷം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിക്കുക. ആദ്യ ഡേറ്റിന്റെ മര്യാദകൾ ലംഘിച്ച് വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഡേറ്റിനായി നിങ്ങൾ രണ്ടുപേരും സമ്മതത്തോടെയുള്ള വേഗത പങ്കിടേണ്ടത് വളരെ പ്രധാനമാണ്. അത് എവിടെ നയിച്ചാലും നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് വളരെയധികം ഒതുങ്ങി നിൽക്കരുത്. ആധുനിക ഡേറ്റിംഗിൽ നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് നമ്മൾ അല്പം ജാഗ്രത പാലിക്കാറുണ്ട്.
ഒരു നല്ല മതിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ നമ്മുടെ കൈകളിൽ ഹൃദയങ്ങൾ ധരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആദ്യ ഡേറ്റിൽ നിങ്ങളുടെ എല്ലാ കാർഡുകളും കാണിക്കാതിരിക്കുകയോ സ്വയം മുന്നോട്ടു പോകാതിരിക്കുകയോ ചെയ്യുന്നത് തീർച്ചയായും നല്ല ആശയമാണെങ്കിലും നിങ്ങൾ അവയെ വളരെ തണുപ്പിച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡേറ്റ് നന്നായി പോയി എന്നോ നഷ്ടം കുറയ്ക്കണോ എന്നോ ഉള്ള സാമൂഹിക അടയാളങ്ങൾ ആളുകൾ എപ്പോഴും തിരയുന്നു. അതിനാൽ നിങ്ങൾ അത് വളരെ കൂളായി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വളർന്നുവരുന്ന ബന്ധം തോന്നിയാലും മറ്റേ വ്യക്തിക്ക് തെറ്റായ ധാരണ ലഭിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം, അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിരസിക്കപ്പെട്ടതായി തോന്നിയേക്കാം. സംഭാഷണം എന്നത് ഒരു പങ്കിട്ട പ്രവർത്തനമാണ്. ആദ്യ ഡേറ്റിംഗിൽ അവഗണിക്കാൻ എളുപ്പമുള്ളതും ഏറ്റവും ദുഃഖകരമായ ഡേറ്റിംഗ് പിഴവുകളിൽ ഒന്നുമാണിത്. നമ്മൾ ആവേശഭരിതരാകുന്നു, നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തിരിച്ചറിയാനും അടുപ്പം സ്ഥാപിക്കാനും സഹായിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല സഹജാവബോധമാണെങ്കിലും പങ്കിടാൻ ഒരു വേദി നൽകിയില്ലെങ്കിൽ മറ്റേയാൾക്ക് സന്തുലിതാവസ്ഥ പുലർത്താനും മടുപ്പിക്കാനും വളരെ എളുപ്പമാണ്. ഒരു സംഭാഷണം ഒരു സ്ഥിരം ഇരുവശങ്ങളിലേക്കുമുള്ള ഒരു വഴിയാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിനിവേശങ്ങളെ നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുകയും മൗണ്ടൻ ബൈക്കിങ്ങിനോടുള്ള നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ 10 മിനിറ്റ് സംസാരിക്കുകയും ചെയ്താൽ അവരുടെ മൗണ്ടൻ ബൈക്കിംഗ് എന്താണെന്ന് കണ്ടെത്താനുള്ള സമയമാണിത്. അവരുടെ ജീവിതത്തിൽ എന്ത് സന്തോഷങ്ങളാണ് നിറയുന്നത്? ഇതാണ് അടുപ്പത്തിന്റെ അർത്ഥം. സംഭാഷണാത്മകമായ കുറച്ച് ഐസ് ബ്രേക്കറുകൾ തയ്യാറാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആദ്യ ഡേറ്റ് എങ്ങനെയായിരിക്കണം? അത് മനസ്സുകളുടെ ഒരു കൂടിക്കാഴ്ച പോലെ തോന്നണം, മറിച്ച് അതിൽ തന്നെ ഒരു സംഭവവും ആയിരിക്കണം. നിങ്ങളുടെ ചെറിയ കടൽത്തീര ഹൈക്കിങ്ങിന്റെ അവസാനം മുളച്ചുവരാൻ കുറച്ച് വെളുത്ത പ്രാവുകളെ ഒരുക്കുക എന്നല്ല ഇതിനർത്ഥം, പക്ഷേ ആസൂത്രണം ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. സംഭാഷണങ്ങൾ ചിലപ്പോൾ മന്ദഗതിയിലായേക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിനാൽ നിങ്ങൾക്ക് ഒരു മോശം ഡേറ്റ് നിമിഷം അവിടെ തങ്ങി നിൽക്കാം. സംഭാഷണം ഒഴുക്കോടെയോ ശരിയായ പാതയിലേക്കോ തിരികെ കൊണ്ടുവരാൻ ചില നല്ല വഴികൾ ചിന്തിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന ചിന്ത എന്താണ്? നിങ്ങളുടെ അനുയോജ്യമായ അവധിക്കാല ലക്ഷ്യസ്ഥാനം ഏതാണ്? നിങ്ങളുടെ ദുഷ്കരമായ സമയങ്ങൾ നിങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് നിങ്ങൾ കരുതുന്നു? ആദ്യ ഡേറ്റിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നുഴഞ്ഞുകയറുന്നവയല്ല, മറിച്ച് സംഭാഷണ പ്രവാഹത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ തുറന്നതും ആയിരിക്കേണ്ടത് പ്രധാനമാണ്. ആദ്യ ഡേറ്റിനുള്ള നുറുങ്ങുകളിൽ ശരീരഭാഷയോട് സ്വീകാര്യത പുലർത്തുക എന്നതാണ് പ്രധാനം. ആദ്യ ഡേറ്റിനുള്ള നുറുങ്ങുകൾ നോക്കുമ്പോൾ പറയാത്ത കാര്യങ്ങൾക്കും ഉച്ചത്തിൽ പറയുന്ന കാര്യങ്ങൾക്കും ഒരേ അർത്ഥമുണ്ട്. ഒരു ആശയവിനിമയ സമയത്ത് ഡേറ്റുകൾ ഉപബോധമനസ്സോടെ അവരുടെ വികാരങ്ങൾ നിരന്തരം ടെലിഗ്രാഫ് ചെയ്യുന്നു. ഒരു ഡേറ്റിംഗ് സമയത്ത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിഷയത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്വീകരണം ലഭിക്കാത്തപ്പോൾ നിന്നോ ഇവ വളരെ ഉപയോഗപ്രദമാകും. ചില ക്ലാസിക് ശരീരഭാഷയും അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ നിങ്ങളോ അവർക്ക് സ്വീകാര്യമല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കൈകൾ മടക്കിവെക്കുന്നത്. ഇത് ഭാഷയെ അകറ്റി നിർത്തുന്നതിന്റെ ഭാഗമാണ്. നേത്രസമ്പർക്കം വളരെ നല്ല ഒരു സൂചനയാണ്. നിങ്ങളുടെ ഡേറ്റ് അത് സ്ഥിരമായി നിലനിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർക്ക് താൽപ്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. കൈകൾ മടക്കിവെക്കുന്നതിന് വിപരീതമാണ് ചാരി നിൽക്കുക എന്നത്. ആദ്യ പ്രണയത്തിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതൊരു മികച്ച സൂചനയാണ്. നിങ്ങളുടെ ഊർജത്തിന് അവർ തയ്യാറാണെന്ന് നിങ്ങളോട് പറയാനുള്ള അവരുടെ വഴിയാണിത്. കർക്കശമായ നിലപാട് അസ്വസ്ഥയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ ഇടപെടലിനിടെ അവർ എത്രനേരം അത് നിലനിർത്തുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ നഷ്ടം കുറയ്ക്കുന്നത് മൂല്യവത്തായിരിക്കാം. ഡേറ്റിംഗിനിടെ പരസ്പരം പെരുമാറ്റം പ്രതിഫലിപ്പിക്കുന്നത് വളരെ സാധാരണമാണ്. നിങ്ങൾ പരസ്പരം ശ്രദ്ധാലുവും ഗൗരവമുള്ളവരുമാണെന്നതിന്റെ സൂചനയാണിത്. തീയതിയിൽ സന്നിഹിതനായിരിക്കുക. നിങ്ങളുടെ സ്വന്തം വേഗത സജ്ജമാക്കുക. നിങ്ങളുടെ ഉച്ചഭക്ഷണ ഇടവേളയിൽ ഡേറ്റുകൾ നിശ്ചയിക്കാനോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കിലേക്ക് അവയെ ഒതുക്കി നിർത്താനോ ശ്രമിക്കുമ്പോൾ ഡേറ്റിനായി സമയം കണ്ടെത്താനും യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കാനും ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ദൈനംദിന നിരാശയും ജോലികളും ആശയവിനിമയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കുന്നതിലൂടെ മികച്ച സംഭാഷണത്തിന് മാത്രമല്ല, നിങ്ങളുടെ ഡേറ്റിംഗ് ജീവിതത്തിൽ കൂടുതൽ സന്നിഹിതനായ പങ്കാളിയാക്കാനും സഹായിക്കും. അങ്ങനെ ഈ വ്യക്തി നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് നിങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായ തീരുമാനമെടുക്കാൻ കഴിയും. ആദ്യ ഡേറ്റിംഗിനുള്ള നല്ല നുറുങ്ങുകളിൽ ഒന്ന്, നിങ്ങളുടെ വാരാന്ത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ശനിയാഴ്ച രാവിലെ തീയതികൾ നിശ്ചയിക്കാൻ ശ്രമിക്കുക എന്നതാണ്. മിക്ക ആളുകൾക്കും ഇത് വളരെ പോസിറ്റീവും പുതുക്കുന്നതുമായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ നിങ്ങൾ ഒരു പുതിയ മാനസികാവസ്ഥയിലായിരിക്കും, മാത്രമല്ല ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ആദ്യ ഡേറ്റിന് ശരിയായ സ്ഥലം തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഗൈഡ്. ആദ്യ ഡേറ്റിൽ നന്നായി പെരുമാറാനുള്ള ആദ്യ നിയമം, നിങ്ങൾ രണ്ടുപേരും പരിപാടിയിൽ സുഖമായും സുരക്ഷിതമായും ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ്.
അതുവഴി നിങ്ങൾ രണ്ടുപേർക്കും മറ്റ് ആശങ്കകളിൽ മുഴുകേണ്ടതില്ല, തുറന്ന് പങ്കുവെക്കാൻ കഴിയും, പ്രത്യേകിച്ചും നിങ്ങൾ ഓൺലൈനിൽ കണ്ടുമുട്ടുകയും ഇത് നിങ്ങളുടെ ആദ്യ മുഖാമുഖമാണെങ്കിൽ. ഉദാഹരണത്തിന്, നിങ്ങളുടെ രണ്ട് വീടുകളിലും ഒരു ആദ്യ ഡേറ്റ് ഒരിക്കലും നല്ല ആശയമല്ല. ഒരു നല്ല ഫസ്റ്റ് ഡേറ്റ് സ്ഥലത്തിന്റെ 5 ഗുണങ്ങൾ ഇതാ. അത് പരസ്യമാണ്. ചുറ്റും വേറെയും ആളുകളുണ്ട്. അത് സുരക്ഷിതമായ ഒരു പരിസരമാണ്. നിങ്ങൾ പരസ്പരം യാത്രാ ലക്ഷ്യസ്ഥാനം അംഗീകരിച്ചു. നിങ്ങൾ രണ്ടുപേർക്കും ഇത് അത്ര ദൂരെയല്ല. ആദ്യ ഡേറ്റുകൾ പലപ്പോഴും ഒരു പരിശോധനാ പ്രക്രിയ പോലെ തോന്നാം, അതിനാൽ പരിചയപ്പെടാൻ സുഖകരമായ ഒരു അന്തരീക്ഷമെങ്കിലും തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ഭാഗം കുറച്ചുകൂടി എളുപ്പമാക്കുക. ശരിയായ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ ഉപയോഗിക്കുക. ആദ്യ ഡേറ്റിനുള്ള നുറുങ്ങുകളുടെ കാര്യത്തിൽ അഭിനന്ദനങ്ങൾ മിതമായി ഉപയോഗിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ ഡേറ്റിനെ സ്നേഹിക്കുകയോ അമിതമായി സംസാരിക്കുകയോ ചെയ്യരുത്, കാരണം ഇത് അവർക്ക് ചില വെല്ലുവിളികൾ ഉയർത്തും. അതേസമയം അവരുടെ ശാരീരിക ഗുണങ്ങളിൽ മാത്രം നിങ്ങളുടെ അഭിനന്ദനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് താൽപ്പര്യമില്ലെന്ന് കാണിക്കും, പകരം നിങ്ങൾക്ക് അവരോട് ഒരു ഉപരിപ്ലവമായ ആകർഷണം തോന്നുന്നു. നിങ്ങളുടെ അഭിനന്ദനങ്ങൾ അവർക്ക് നിയന്ത്രണമുള്ളതും മെച്ചപ്പെടുത്തുന്നതിനായി അവർ സമയവും ഊർജവും ചെലവഴിച്ചതുമായ ഗുണങ്ങളിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. അവർക്ക് ഉണ്ടായിരിക്കാവുന്ന ഏതെങ്കിലും കഴിവുകൾ, ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ വശങ്ങൾ എന്നിവ നിങ്ങളെ ആകർഷിക്കുന്നു. നിങ്ങളുടെ ഡേറ്റിനെക്കുറിച്ച് മറ്റുള്ളവർ അവഗണിക്കുന്ന എന്തെങ്കിലും ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ അഭിനന്ദനങ്ങളിൽ ഒന്ന്. അവരെക്കുറിച്ച് എന്തെങ്കിലും മുൻധാരണ പുലർത്തുന്നതിനുപകരം നിങ്ങൾ അവരെ ശരിക്കും കാണുന്നുണ്ടെന്ന് അവർക്ക് തോന്നിപ്പിക്കും. ഈ നുറുങ്ങുകളിൽ മിക്കതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ, നിങ്ങളുടെ ഡേറ്റിൽ സന്നിഹിതനായിരിക്കുകയും താൽപ്പര്യം കാണിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ആദ്യ മീറ്റിംഗിനായി വേണ്ടത്ര ആസൂത്രണം ചെയ്യുക തുടങ്ങിയ ഗുണങ്ങളാണ് ആരെങ്കിലും നിങ്ങളെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുന്നത്. ഒരു പോസിറ്റീവ് അനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ മറ്റേ വ്യക്തിയെക്കുറിച്ച് ശ്രദ്ധാലുവും ബോധവുമുള്ളവരായിരിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിനാൽ ഇതിനെ ഒരു പരീക്ഷണമായി കാണരുത്, പകരം നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരാളെ അറിയുന്നതിനിടയിൽ ഒരു രസകരമായ സമയത്തിനുള്ള അവസരം മാത്രമായി കാണുക.